Hello friends, I am Nissa from Nissa's Kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി മട്ടൻ ബിരിയാണി. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 2 ഗ്ലാസ്. നന്നായിട്ട് റൈസ് വാഷ് ചെയ്ത ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. അരമണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം റൈസ് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. റൈസിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ സവോള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, നാരങ്ങ ഒരെണ്ണം, നെയ്യ് ആവശ്യത്തിന്, പൈനാപ്പിൾ എസൻസ്, യെല്ലോ ഫുഡ് കളർ ഒരു വലിയ നുള്ള്, യെല്ലോ ഫുഡ് കളർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു വലിയ സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഇത് മൂന്നും കൂടെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. മിക്സഡ് സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ബേ ലീവ്സ്, 4-5 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 5 ഏലക്ക, 10 ഗ്രാമ്പു, 2 വലിയ നുള്ള് പെരിഞ്ചീരകം, 1 തക്കോലം, കുറച്ച് മല്ലിയില, 1 തണ്ട് പുതിനയില. മട്ടൺ 1.5 കിലോ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. മട്ടൺ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അരമണിക്കൂറെങ്കിലും കുറച്ച് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ കുതിർത്തെടുത്താൽ നല്ല ഫ്രഷായിട്ട് കിട്ടും. സവോള 3 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, 10 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, 4 പച്ചമുളക് ചതച്ചെടുത്തത്, തക്കാളി അരിഞ്ഞത് 1 എണ്ണം വലുത്. ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കറുവാപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, തൈര് ഒരു ചെറിയ കപ്പ്, നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ, ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള കുറച്ച് വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്പൈസസ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള അധികം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറുത് അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി ചേർത്താൽ മതി. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ലെമൺ ജ്യൂസ് ചേർക്കാം. ഞാനൊരു വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നീര് ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ റൈസിന് നല്ലൊരു വൈറ്റ് കളർ ലഭിക്കും. അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല ചോറ്. നമുക്കിനി ഇതിനെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റൈസ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ഞാൻ ഈ റൈസിനെ നന്നായിട്ട് ചൂടാക്കി. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഞാനൊരു ഫിക്സഡ് എമൗണ്ട് അല്ല, ഈ ഒരു പാത്രത്തിൻ്റെ പകുതിയിലും കുറച്ചും കൂടെ കൂടി നിൽക്കുന്ന അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. റൈസ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് ഊറ്റിക്കളയും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടി പോയാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും, കാരണം നമ്മൾ വെള്ളത്തിന് ഉപ്പ് നോക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കാണുള്ളൂ. ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. മൂടി വെച്ച് ഒരു 20 മിനിറ്റ് ഇതിനെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേവ് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. റൈസ് ഇതുപോലെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ വേണം ബിരിയാണിക്ക് റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ 95% കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇതുപോലെ റൈസ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റാം.
ഇനി ബിരിയാണിക്കുള്ള മസാല പ്രിപ്പറേഷനാണ്. ഞാൻ കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇത് മൂന്നും കൂടെ ആദ്യമേ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഞാൻ 3 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവോള വഴറ്റുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിനെ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഈ പൊടികളെല്ലാം മെഷറിംഗ് സ്പൂൺ ഉപയോഗിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ചെറിയ സ്പൂണാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെല്ലാ പൊടികളും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് നന്നായിട്ട് മാറണം. അതിനായിട്ട് ലോ ഹീറ്റിൽ ഒരു 4-5 മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഞാൻ ഒരെണ്ണം വലുതാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതിനായിട്ട് നമുക്കിതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ മൂടി വെച്ചിരിക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. തക്കാളി ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ തവി കൊണ്ട് തക്കാളി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. ഈ മട്ടണിലേക്ക് മസാല നന്നായിട്ട് യോജിച്ച് വരണം. അതിനായിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിനെ മൂടി വെച്ച് അരമണിക്കൂർ ഒരു മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. വേവ് കൂടുതലുള്ള മട്ടനാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്ന മട്ടനായതുകൊണ്ട് ഞാൻ സാധാരണ പാത്രത്തിലാണ് വേവിക്കുന്നത്. നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ കുക്ക് ചെയ്തു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തൈര് ചേർക്കാം. ഒരു ചെറിയ കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു തണ്ട് പുതിനയിലയും ചേർക്കാം. പുതിനയില വന്നിട്ട് ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്താൽ മതി.
ഇനി നമുക്കിതിനെ മൂടി വെച്ച് മറ്റൊരു 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ലോ ഹീറ്റിൽ തന്നെ ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവി ഓൾമോസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തുറന്ന് വെച്ച് ഒരു 5-6 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇതിൻ്റെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ മട്ടൻ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കിയ മട്ടൻ മസാല ഞാൻ ചുവട് കട്ടിയുള്ള വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ പുറത്തേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. മുഴുവനും റൈസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഫുഡ് കളർ ചേർക്കാം. ഫുഡ് കളർ ഞാനൊരു വലിയ നുള്ള് യെല്ലോ ഫുഡ് കളർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിരുന്നതാണ്. അത് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒരു 5-6 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിൽ വിതറാം. കുറച്ച് പുതിനയില, ഫ്രൈഡ് ഒനിയൻ, ഫ്രൈഡ് കാഷ്യൂ നട്ട്, ഫ്രൈഡ് റൈസിൻസ് ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ട് ഇതിനെ മൂടി വെക്കാം. ഞാനിപ്പോൾ ബിരിയാണിയുടെ ഈ പാത്രം ഒരു സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ സ്റ്റീലിൻ്റെ തട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടിട്ട് അതിൻ്റെ പുറത്തായിട്ട് വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനെ ദം ചെയ്തെടുക്കാം. 20 മിനിറ്റിനുള്ളിൽ ഇത് തുറക്കരുത്. അതിന് ശേഷം തുറന്ന് നോക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് ബിരിയാണി സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നല്ലൊരു ബിരിയാണി മസാലയുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പപ്പടം, അച്ചാർ, സാലഡ് ഇതിൻ്റെ എല്ലാം ഒപ്പം ബിരിയാണി സെർവ് ചെയ്യാം. ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഇഷ്ടമായാൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക്